ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിനായി കൊച്ചിയിലേക്ക് ലഹരി ഇടനാഴി വെട്ടിത്തുറക്കുന്നു ബംഗളൂരു ലഹരി മാഫിയ. നൈജീരിയക്കാരൻ യൂസഫാണ് കാണാമറയത്തിരുന്ന് കൊച്ചിയിലെ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നത്. പതിവ് കച്ചവടക്കാരെയും സംശയമുനയിലുള്ളവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണ ഏജൻസികൾ മുന്നോട്ടു പോകുമ്പോഴാണ് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്നത്. യൂസഫിന്റെയും കൊച്ചി ബംഗളൂരു ലഹരി ഇടനാഴിയുടെയും വഴികൾ തേടി 24 സംഘം നടത്തിയ അന്വേഷണത്തിലേക്കാണ് ഇനി. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിലേക്ക് രാസലഹരിയുടെ ഒഴുക്ക് വൻതോതിലാണ്. പുതുവർഷ ക്രിസ്മസ് രാവ് അടുത്തിരിക്കെ കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്ന ബാംഗ്ലൂരിലൂടെ അന്വേഷണം ആരംഭിക്കുകയാണ് 24 സംഘം. നൈജീരിയക്കാരൻ യൂസഫ്, ബംഗളൂരുവിലെ പാബ്ലോ എസ്കോബാർ, പ്രധാനപ്പെട്ട പെഡ്ലർ. യൂസഫ് അറിയാതെ ഒരു ലഹരി ഡീലും ബംഗളൂരുവിൽ നടക്കാറില്ല. ഞങ്ങളും അയാളെ ബന്ധപ്പെട്ടു. ഏറെ പണിപ്പെട്ടാണ് യൂസഫിന്റെ നമ്പർ സംഘടിപ്പിച്ചത്. വാട്സാപ്പ് വഴി ചാറ്റിംഗ് ആരംഭിച്ചു. ആദ്യം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും പൈസയുടെ കാര്യം പറഞ്ഞതോടെ പരിചയത്തിലായി. ഞങ്ങളുടെ നമ്പറും യൂസഫ് സേവ് ചെയ്തു. അതുവഴിയാണ് അയാളുടെ വാട്സാപ്പ് സ്റ്റേറ്റസ് കണ്ടത്. ഞെട്ടിക്കുന്ന ലഹരി കച്ചവടം. വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന MDMA കവറുകളാണ് വാട്സാപ്പ് സ്റ്റേറ്റസിൽ കണ്ടത്. അതിൽ നിന്ന് തന്നെ അയാളുടെ ധൈര്യം വ്യക്തം. ആദ്യം ഞങ്ങൾ 1 ഗ്രാം MDMA വേണമെന്നാവശ്യപ്പെട്ടു. അത്രയും മതിയോ എന്ന് മറുചോദ്യം. അടുത്തയാഴ്ച പാർട്ടിക്കായി 500 ഗ്രാം വാങ്ങാമെന്നും നിലവിൽ 1 ഗ്രാം മതിയെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇനിയാണ് ഓപ്പറേഷൻ. വസനവാടിക്കടുത്ത് ഞങ്ങളുണ്ടെന്ന് മെസ്സേജ് അയച്ചു. അരമണിക്കൂറിനുള്ളിൽ സ്റ്റഫ് എത്തിക്കാമെന്ന് യൂസഫ്. നേരിട്ട് കൊണ്ടുവരുമെന്ന് കരുതിയെങ്കിലും ഓപ്പറേഷൻ വേറെയായിരുന്നു. വഴിയരികിൽ MDMA കവർ ഉപേക്ഷിച്ച സ്ഥലത്തിന്റെ ഫോട്ടോയും ലൊക്കേഷനും യൂസഫ് അയച്ചു തന്നു. അങ്ങനെ യൂസഫ് അയച്ചു തന്ന ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ലൊക്കേഷനൊപ്പം തന്നെ അയച്ചു തന്ന ഫോട്ടോയുള്ള സ്ഥലത്ത് ഈ ലഹരി മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് യൂസഫ് പറഞ്ഞത്. ഇതാണ് യൂസഫ് അയച്ചതെന്ന ലൊക്കേഷൻ. ബംഗളൂരു നഗരത്തിലെ ബനസ്വാടിക്ക് സമീപമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഈ MDMA സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് യൂസഫ് തന്നെ പറഞ്ഞത്. അതിന് കൃത്യമായ ഒരു സ്പോട്ട് കൂടി ഉണ്ട്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ അയച്ചു തന്നിട്ടുണ്ട്. ഇനി ആ സ്പോട്ട് കൂടി നമുക്ക് കണ്ടെത്തണം. അതീവ ദുഷ്കരവും അപകടകരവുമായ സ്ഥലത്തു നിന്നാണ് ലഹരിമരുന്ന് ശേഖരിക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത്. നിരീക്ഷണത്തിന് ചുറ്റിലും ലഹരിമരുന്ന് മാഫിയയുടെ സംഘാംഗങ്ങളും ഉണ്ടായിരുന്നു. MDMA ശേഖരിച്ച് നിമിഷങ്ങൾക്കകം തന്നെ സ്ഥലം കാലിയാക്കണമെന്ന് പെഡ്ലറുടെ സന്ദേശവും ലഭിച്ചിരുന്നു. പരീക്ഷണാർത്ഥം വാങ്ങിയ MDMA പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നശിപ്പിച്ചു. മാത്രമല്ല, ലഹരിമരുന്ന് സംഘങ്ങളെപ്പറ്റിയും സംഘത്തലവൻ യൂസഫിനെ പറ്റിയും കർണാടക പോലീസിനും വിവരങ്ങൾ കൈമാറി. യൂസഫിന്റെ കാര്യം പറഞ്ഞെങ്കിലും അയാളിലേക്ക് എത്തുക ദുഷ്കരം എന്ന മറുപടിയാണ് ലഭിച്ചത്. പലതവണ ശ്രമിച്ചിട്ടും പിടികൂടാൻ കഴിയാത്ത ബംഗളൂരു പാബ്ലോയാണ് യൂസഫ്. ഒരു വാട്സാപ്പും സ്മാർട്ട് ഫോണും ഒരൽപ്പം പണവുമുണ്ടെങ്കിൽ
MDMA പോലുള്ള രാസവസ്തുക്കൾ എത്ര അളവിൽ വേണമെങ്കിലും ബംഗളൂരുവിൽ സുലഭമായി ലഭിക്കും. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ യൂസഫിനെ പോലുള്ള പെഡ്ലർമാരുടെ വലയിൽപ്പെടുന്നു എന്നാണ് ബംഗളൂരു പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ 24 നാളെ പുറത്തുവിടും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, 24 ബംഗളൂരു. ലഹരിക്കടത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയാണ് 24ന്റെ യാത്ര. അതിൽ തന്നെ നടുക്കുന്ന വിവരങ്ങളാണ് ഇതിനോടകം ഞങ്ങളുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭ്യമായത്. ആരാണ് യൂസഫ്, എങ്ങനെയാണ് അയാളുടെ പ്രവർത്തന രീതി, അതുപോലെ ബംഗളൂരുവിലെ ലഹരിക്കടത്തിൻ്റെ വഴികൾ ഏത് തരത്തിലാണ്, അത് കൊച്ചിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് യൂസഫിനെ പോലെ പ്രതികളിലേക്ക് എത്താൻ കഴിയാത്തത്, യൂസഫ് ഇപ്പോഴും കാണാമറയത്തിരുന്നു കൊണ്ടാണ് ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബ്രെയിനായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറും അതുപോലെ അരുൺ പൂപ്പറമ്പയും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഈ അന്വേഷണം നേരെ ചെന്നെത്തുന്നത് യൂസഫ് എന്നൊരു പേരിലേക്കാണ്. പക്ഷേ യൂസഫിനെ കുറിച്ച് അധികം വിവരങ്ങളൊന്നും പോലീസിൻ്റെ കൈവശവുമില്ല എന്നാണോ മനസ്സിലായത്? യൂസഫിലേക്ക് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ട്? അയാളുടെ പ്രവർത്തന രീതി, അയാൾ ഇത് ആസൂത്രണം ചെയ്യുന്നത്, കൊച്ചിയിലേക്കടക്കം ഈ ലഹരികൾ എത്തുന്നത്, ഇതിൽ യൂസഫിൻ്റെ റോളിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? രജിത്ത്, ഗുഡ് ഈവനിങ്. യൂസഫ് ഒരു നൈജീരിയക്കാരൻ എന്ന് മാത്രമാണ് ബംഗളൂരു പോലീസിന്റെ പക്കലുള്ള വിവരം. അതിനപ്പുറത്തേക്ക് ഒരു വിവരവും അവർക്കില്ല. നമുക്കൊരു നമ്പർ, നമ്മൾ അവിടെ ചെന്ന് പരിചയപ്പെട്ട് നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ച് പോയ ഒരാൾ ആണ് യൂസഫിൻ്റെ നമ്പർ നമുക്ക് തരുന്നത്. ആ നമ്പർ നമ്മൾ വാങ്ങുന്നു. ആദ്യഘട്ടത്തിൽ യൂസഫിനോട് നമ്മൾ ചാറ്റ് ചെയ്യുന്നു. ആദ്യം യൂസഫ് അടുക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓക്കെ, നമുക്ക് ആ ഡീൽ ഉറപ്പിക്കാം എന്നൊരു മറുപടി അവിടെ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ ആ മറുപടി അനുസരിച്ച് ചാറ്റിംഗ് പിന്നീട് ആരംഭിച്ചു. ആദ്യം ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് 1 ഗ്രാം MDMA തരണം എന്നാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് അത് ഉപയോഗിച്ച ശേഷം മറ്റ് ക്വാളിറ്റികളെല്ലാം മനസ്സിലാക്കിയ ശേഷം അടുത്ത ദിവസം നടക്കുന്ന പാർട്ടിക്കായി കൂടുതൽ ബൾക്ക് എമൗണ്ട് എടുക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് യൂസഫ് നമ്മളെ വിശ്വാസത്തിലെടുത്തത്. അപ്പോൾ അയാൾ നമ്മുടെ നമ്പറും സേവ് ചെയ്തു. ഇതിൽ ഏറ്റവും വിചിത്രകരമായ കാര്യം അയാളുടെ സ്റ്റാറ്റസ് ആണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, ഞെട്ടിപ്പിക്കുന്നത്. അയാളുടെ സ്റ്റാറ്റസിൽ ഈ MDMA കവറുകൾ, സിപ്പ് കവറുകൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഓരോ ഫോട്ടോകളിലും. ആ ഫോട്ടോകൾക്കടിയിൽ ഓരോ കമൻറ്റുകളുണ്ട്. ഞാൻ ഇവിടെ MDMA കവറുകൾ തയ്യാറാക്കുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് ഈ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ഡീലർമാരോട് പറയുകയാണ് ആ സ്റ്റാറ്റസിലൂടെ. അങ്ങനെ വളരെ ധൈര്യശാലിയായി ഓപ്പണായി സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഒരാളാണ് യൂസഫ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് യൂസഫ് അദൃശ്യനാണ്, യൂസഫിലേക്ക് പോലീസിന് എത്താനാകില്ല എന്ന ആത്മവിശ്വാസം തന്നെയാണ്. യൂസഫിൻ്റെ ഒരു ഓപ്പറേഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഈ ലൊക്കേഷനും അതോടൊപ്പം തന്നെ ഫോട്ടോയും അയച്ചു തരും. അവിടെ നമ്മൾ എത്തി ഈ ലൊക്കേഷൻ പ്രകാരം അവിടെ എത്തുക. ആ ഫോട്ടോയിൽ, യൂസഫ് അയച്ചു തന്ന ഫോട്ടോയിൽ അവിടെ നമ്മൾ പറഞ്ഞ MDMA അല്ലെങ്കിൽ എന്താണോ ആവശ്യം അത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ പ്രകാരം അതെടുക്കുക, തിരിച്ച് ഇതാ കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. അങ്ങനെ യൂസഫ് ഒരു ഓക്കെ അയക്കും. ഇതാണ് യൂസഫിൻ്റെ ഡീല്. ത്രോ ആൻഡ് ക്യാച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരാണ് അതിന് അവിടെ ഉപയോഗിക്കുന്നത്. എന്തായാലും വിചിത്രമായൊരു ഡീലാണ് ബംഗളൂരുവിൽ യൂസഫിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയാണ് ആ ഡീല് നടക്കുന്നത്. യൂസഫിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ ആയിട്ടില്ല, അല്ലെങ്കിൽ ബാംഗ്ലൂരു പോലീസിന് ആയിട്ടില്ല. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയെങ്കിലും അത് ചെന്നെത്തിയത് ഹൈദരാബാദിലെ ഒരു തെരുവിലാണ്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരാളിലേക്കാണ്. അതുകൊണ്ട് യൂസഫ് പൂർണ്ണ അദൃശ്യനായി തുടരുകയാണ്. ആരാണ് യൂസഫ് എന്നതിന് ഇപ്പോഴും ഒരു വ്യക്തത പോലും ബംഗളൂരു പോലീസിന് ഇല്ല. ഇയാളിലേക്ക് എത്തുക എന്നതും ശ്രമകരം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ MDMA കവറുകളുടെ ചിത്രം അത് സ്റ്റാറ്റസ് ആയിട്ട് നിരന്തരം ആളുകളോട് സംസാരിച്ച് വിൽപ്പനയുടെ ഭാഗമാകുന്ന ഈ യൂസഫ് ആര് എന്നത് സംബന്ധിച്ച് പോലീസിന്റെ കൈവശം അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് ഇതുവരെ യൂസഫിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദൃശ്യനായി തന്നെ യൂസഫ് തുടരുന്നു എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഈ ബംഗളൂരുവിലെ ലഹരിക്കടത്തിന്റെ വഴികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതിന് എസ് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. ശ്യാം, ഈ ബംഗളൂരു നഗരത്തിലെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് സൂചനകൾ അത് ഈ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ഇത് ബംഗളൂരുവിന് പുറത്തേക്ക് കൊച്ചി പോലുള്ള മഹാനഗരങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന് അല്പം കൂടി ആസൂത്രണം വേണം, കുറേയധികം കണ്ണികൾ വേണം, കുറേ ആളുകളെ അതിൻ്റെ ഭാഗമാക്കണം. അങ്ങനെ തന്നെയാണോ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള രീതിയിൽ തന്നെയാണോ ഈ സംഘങ്ങൾ കൊച്ചിയിലേക്കും ഈ ലഹരിക്കടത്ത് നടത്തുന്നത്? എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ശ്യാം? റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ അന്വേഷണ സംഘങ്ങൾ, പ്രത്യേകിച്ച് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന പോലീസും എക്സൈസും അടക്കമുള്ള സംഘങ്ങൾ
എങ്ങനെ ചിന്തിക്കുന്നോ അതിന് മറുപുറം കണ്ടെത്തി കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബാംഗ്ലൂരിലെ ലഹരി കടത്ത് സംഘങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾക്ക് നേരിട്ട് അവിടെ മനസ്സിലായ കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിലും അതെങ്ങനെയാണ്, എന്താണ്, കൊച്ചിയിലേക്ക് എങ്ങനെ എത്തുന്നു, അത്തരം കാര്യങ്ങൾ നമ്മൾ അത് കൃത്യമായിട്ട് പ്രേക്ഷകരെ അറിയിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ എന്ത് റിസ്ക്കും എടുത്ത് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുമെന്നുള്ളതാണ്. കാരണം കേരളം ഇന്ന് ഇത്തരം കച്ചവടക്കാരുടെ വലിയൊരു മാർക്കറ്റായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ബാംഗ്ലൂർ പോലീസാണ്. അത് കണക്കുകൾ നിരത്തി അവർ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കടത്തിനും ഇതിൻ്റെ ഇടയിൽ, ഈ ലഹരി കച്ചവടക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ, അത്തരം വിവരങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം പറയുമ്പോൾ അത് ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാകും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുമോ, അല്ലെ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇനിയും നമ്മുടെ കയ്യിലുള്ളത്. കാരണം ഈ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെ മുൻപോ ഒന്നും കേട്ടതുപോലെയല്ല ഒരു ക്രിസ്മസ് പുതുവർഷ കാലത്തൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഫെസ്റ്റിവൽ സീസണുകളെ എങ്ങനെ ഈ ലഹരി മാഫിയ ലക്ഷ്യം വെക്കുന്നു, അതിലൂടെ അവർ പണം കൊയ്യുന്നു എന്നതൊക്കെ വലിയ ഞെട്ടിക്കുന്നതും ആദ്യം തന്നെ ഞങ്ങൾക്ക് പോലും വലിയ ഞെട്ടൽ ഉണ്ടാക്കിയ വിവരങ്ങളായിരുന്നു. പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ വലിയ അപകടത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് കേരളത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരു യൂസഫ് മാത്രമല്ല, പക്ഷേ യൂസഫാണ് ഇപ്പോൾ കേരളത്തിലേക്കുള്ള ലഹരി കടത്തിൻ്റെ പ്രധാന തലവൻ. അയാളെ ആശ്രയിച്ച് ഒന്നോ രണ്ടോ പേരല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി എത്തിക്കുന്നത്. അങ്ങനെ ആ കണ്ണി നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അറുത്തു മാറ്റേണ്ടത് തന്നെയാണ് ആ കണ്ണികൾ. പക്ഷേ അതിന് നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ പോരാ എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾ അവിടെ ഇതിൻ്റെ പുറകെ നടന്നപ്പോൾ നമുക്ക് മനസ്സിലായത്. അതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങളും തുടർ നടപടികളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാകും നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരും ദിവസങ്ങളിൽ പങ്കുവെക്കുക. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ ലഹരിക്കടത്തിൻ്റെ വഴി എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമായത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വരും ദിവസങ്ങളിലും അതിൻ്റെ വിവരങ്ങൾ, ദൃശ്യങ്ങൾ, തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ഇനി അറിയേണ്ടത് എന്തുകൊണ്ടാണ് യൂസഫ് അടക്കമുള്ള യൂസഫിൻ്റെ സംഘത്തിലുള്ളവരെ, യൂസഫിൻ്റെ ഈ സംഘത്തിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നവരെ എന്തുകൊണ്ടാണ് പ്രതികൾക്ക് പിടികൂടാൻ കഴിയാത്തത് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത്. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയുമല്ലോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ നേരത്തെ നമ്മൾ പങ്കുവച്ചു. ഈ യൂസഫ് ഇത് സ്റ്റാറ്റസ് ആക്കിയിട്ട് ആളുകളുമായി ഫോണിൽ സംസാരിച്ച് ഒരു ലഹരിക്കച്ചവടം നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ മനസ്സിലേക്ക് വരിക ഈ പ്രതിയിലേക്ക് പോലീസിനെത്താൻ കഴിയുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ആ ശൃംഖല വളരെ വലുതാണ്. അവർ മറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങൾ, അവരുടെ രീതികളൊക്കെ വിചിത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദീകരിക്കുന്നത്? ബംഗളൂരുവിലെ ഈ ഉറവിടം എന്നതിനപ്പുറത്തേക്ക് കൊച്ചി പോലുള്ള നഗരങ്ങളിലേക്ക് അതെത്തുമ്പോൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചിയിൽ അതിൻ്റെ കണ്ണികളായി മാറുന്നത് ആരാണ്? അവരിലേക്ക് അന്വേഷണം ഏതു തരത്തിൽ പോകുന്നു? ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമായത്? റീജിത്തെ, നമ്മൾ ഈ ക്യാമ്പയിൻ, അതായത് ഈ പരമ്പര അവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബംഗളൂരുവിലെ പോലീസിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഇത്തരം ഒരു ക്യാമ്പയിനാണ് നമ്മൾ തുടങ്ങുന്നത് എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് നമ്മളിതിൻ്റെ അന്വേഷണ പരമ്പര, അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്തത്. യൂസഫ് എന്നുള്ളത് ഒരു പ്രതീകം മാത്രമാണ്. ഇങ്ങനെ 1000 യൂസഫുമാർ ബംഗളൂരു നഗരത്തിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ യൂസഫിനെ ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ഈ ലഹരി കടത്ത് സംഘത്തിൽ തന്നെ ഏർപ്പെട്ടിട്ടുള്ള മറ്റൊരാളിൽ നിന്ന് നമ്പർ ലഭിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ യൂസഫിലേക്ക് ബന്ധപ്പെടുന്നത്. യൂസഫ് എത്ര ക്വാണ്ടിറ്റി സാധനം, അതായത് ഈ രാസലഹരി എത്ര അളവിൽ പോലും തരാൻ തയ്യാറായാണ് യൂസഫ് ലഭിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ അവരെ വിശ്വാസപ്പെടുത്തണം. പണം നൽകുമെന്ന് ഉറപ്പ് നൽകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണം നൽകിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര അളവിൽ വേണമെങ്കിലും ഇത്തരത്തിൽ MDMA പോലുള്ള രാസലഹരികൾ തരാൻ യൂസഫ് തയ്യാറാണ് എന്നതാണ് ഇതിൽ പോലീസ് പറയുന്നത്. പോലീസ് പലപ്പോഴും ഇവരെ പിടികൂടുന്നതിനുള്ള പരിമിതികളെ പറ്റിയാണ് ബംഗളൂരു പോലീസ് ഉൾപ്പെടെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ, അതായത് ബംഗളൂരുവിൽ നിന്ന് എത്തിക്കുന്ന ലഹരി മരുന്നുകളാണ്, കേരളമാണ് അവരുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ്. പലപ്പോഴും പല കേസുകളും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ബംഗളൂരുവിൽ നിന്ന് യാത്രാമധ്യമൊക്കെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടുന്ന കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അത് 100-ൽ ഒരു 10% താഴെ മാത്രമാണ്, അതും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് പിടികൂടുന്നത്
എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് അവിടെ, അതായത് ബംഗളൂരുവിൽ ഈ ന്യൂ ഇയർ ഇതിനായി എത്തിച്ചിട്ടുള്ള 24 കോടി രൂപയുടെ ലഹരി മരുന്നുകൾ അവിടെ CCB സെൻട്രൽ ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ യൂസഫുമായി ഇത്തരമൊരു ഡീൽ നടത്തിയതിനു ശേഷം ഇതിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നടക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിലും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ലഹരി അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പല കുറ്റകൃത്യങ്ങളുടെയും പിന്നിലുള്ള അതിൻ്റെ റോൾ എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിനിടയിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ലഹരിക്കടത്തിൻ്റെ ചുരുളഴിക്കാൻ വിശദമായ അന്വേഷണത്തിന് 24 തയ്യാറായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും അതിൻ്റെ റിപ്പോർട്ടുകളുണ്ടാകും.